ലോകത്തെ പുതിയ വ്യാപാര പോരാട്ടങ്ങൾക്ക് വഴി തുറന്ന് അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ച സംരക്ഷണവാദ നയങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ട്രംപ് ഭരണകൂടം തുടക്കമിട്ടതും പിന്നീട് മറ്റ് ഭരണകൂടങ്ങൾ പിന്തുടർന്നതുമായ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ ആഗോള വ്യാപാരത്തിൽ സന്തുലിതാവസ്ഥ തകർക്കുന്നതായി പല രാജ്യങ്ങളും വിലയിരുത്തുന്നു. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് മേൽ താരിഫ് ഏർപ്പെടുത്താൻ ശ്രമിച്ചതും ഓസ്ട്രേലിയക്ക് മേൽ താരിഫ് ചുമത്തിയതും ഈ നയങ്ങളുടെ ഭാഗമാണ്. എന്നാൽ ഈ ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ ഓസ്ട്രേലിയ പരസ്യമായി രംഗത്ത് വന്നതോടെ ഇന്ത്യക്ക് വലിയ നയതന്ത്ര പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെ അടിവരയിടുന്ന ഒരു സംഭവമാണ്. അമേരിക്കയുടെ സംരക്ഷണവാദ നയങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടാണ് ഓസ്ട്രേലിയൻ വ്യാപാര മന്ത്രി ഡോൺ ഫാരൽ സ്വീകരിച്ചിരിക്കുന്നത്. CNN ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതും. സ്വതന്ത്രവും നീതിയുക്തവും തുറന്നതുമായ വ്യാപാരത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. താരിഫുകൾ ഓസ്ട്രേലിയയിലായാലും ഇന്ത്യയിലായാലും ഞങ്ങൾ പിന്തുണയ്ക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഓസ്ട്രേലിയയുടെ ഈ പ്രസ്താവന അമേരിക്കയുടെ നയങ്ങളോടുള്ള ഒരു വ്യക്തമായ വിയോജിപ്പായി ലോകരാഷ്ട്രങ്ങൾ കാണുന്നു. ഓസ്ട്രേലിയക്ക് മേൽ അമേരിക്ക ചുമത്തിയ 10% താരിഫിനെതിരെയും ഡോൺ ഫാരൽ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. ഈ നടപടി ശരിയായ ഒന്നല്ലെന്നും ഈ വിഷയത്തിൽ അമേരിക്കയുമായി ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്ങും ഡോൺ ഫാരലിന്റെ ഈ ചർച്ചയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇത് കേവലം വ്യാപാര വിഷയത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ മേധാവിത്വം അംഗീകരിക്കാത്ത സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾ ഒരുമിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് നൽകുന്നത്. ഒരു കാലത്ത് ലോകത്തിന്റെ നയങ്ങളെ സ്വാധീനിച്ചിരുന്ന അമേരിക്കൻ നയങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെ സംരക്ഷണവാദ നയങ്ങൾക്കെതിരെ ഓസ്ട്രേലിയ നിലപാടെടുത്തപ്പോൾ അതിന് വലിയൊരു നയതന്ത്ര വിജയം നൽകിയത് ഇന്ത്യയുമായുള്ള അവരുടെ ബന്ധമാണ്. നിലവിലെ ആഗോള സാഹചര്യത്തിൽ സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഫാരൽ ഊന്നി പറയുന്നു. ഇന്ത്യയുമായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര ചർച്ചകളിൽ അദ്ദേഹം പൂർണ്ണ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി നടത്തിയ ചർച്ചകൾ ഫലപ്രദമായിരുന്നെന്നും അദ്ദേഹത്തെ ഓസ്ട്രേലിയയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ഫാരൽ അറിയിച്ചു. പ്രകൃതി വിഭവങ്ങളുടെ വലിയ ശേഖരമുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ വിശാലമായ വിപണി ഇരു രാജ്യങ്ങൾക്കും വലിയ അവസരങ്ങളാണ് നൽകുന്നത്. അതിനാൽ ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം ഇപ്പോൾ അതിന്റെ ഏറ്റവും മികച്ച അവസ്ഥയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം സുവർണ്ണ കാലഘട്ടത്തിലേക്ക് കടന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. നിർണായക ധാതുക്കൾ, സാങ്കേതിക വിദ്യ, വിശാലമായ വ്യാപാര പങ്കാളിത്തം തുടങ്ങിയ മേഖലകളിൽ പരസ്പരം നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ ഓസ്ട്രേലിയ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും ഫാരൽ വ്യക്തമാക്കി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വലിയൊരു വിജയമാണ് ഈ സംഭവ വികാസം വിലയിരുത്തുന്നത്. ലോകരാഷ്ട്രീയങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താനും സ്വന്തം നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിക്കാനും ഇന്ത്യക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് ആഗോളതലത്തിൽ കൂടുതൽ പ്രാധാന്യം നേടിക്കൊടുക്കും. ഈ സംഭവ വികാസങ്ങൾ കേവലം ഒരു വ്യാപാര തർക്കത്തിനപ്പുറം പുതിയൊരു ലോകക്രമത്തിന്റെ സൂചന നൽകുന്നുണ്ട്. അമേരിക്കയുടെ ഏകപക്ഷീയമായ നയങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ രാജ്യങ്ങൾ ധൈര്യപ്പെടുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. ലോകം ഒരു ബഹുമുഖ ധ്രുവ ലോകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അമേരിക്കയുടെ സംരക്ഷണം തേടുന്ന വ്യാപാര ലോകം ഇപ്പോൾ അവരുടെ നയങ്ങൾക്കെതിരെ തുറന്നു സംസാരിക്കാൻ ധൈര്യപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണം ശക്തമാകുന്നത് ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങളെ സ്വതന്ത്ര വ്യാപാരത്തിന് അനുകൂലമായി നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ നീക്കം ലോക പോലീസ് എന്ന അമേരിക്കയുടെ സ്ഥാനം തന്നെ ഇല്ലാതാക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പുതിയ സഖ്യങ്ങൾ രൂപീകരിച്ച് സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജ്യങ്ങളുടെ ഒരു പുതിയ കൂട്ടായ്മയാണ് ഇപ്പോൾ രൂപം കൊള്ളുന്നത്. ഉറച്ച നിലപാടുകളിലൂടെയും സജീവമായ നയതന്ത്ര ബന്ധങ്ങളിലൂടെയും ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പുതിയ ശക്തിയായി ഉയർന്നു വരികയാണ്. അത് അമേരിക്കയ്ക്ക് പോലും ചോദ്യം ചെയ്യാനാവാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതും ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങളെ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. ഈ സംഭവ വികാസങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. കാരണം ഇത് ലോകത്തിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നായി മാറിയേക്കാം.